ഹാർഡ് ടോപ്പ് ആണ് മോഡൽ വരുന്നത്. 4x4 ഹാർഡ് ടോപ്പ് വരുന്നത്. മാനുവൽ ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനിൽ ഡീസൽ വരുന്നത്. ഇത് XZ പ്ലസ്. നേരത്തെ XZ ആയിരുന്നു. ഇന്ന് എത്തിയിട്ടുള്ള വണ്ടി. അതെ, ഇന്ന് എത്തി. വാട്ടർ സർവീസ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടില്ല. വാട്ടർ സർവീസ് ചെയ്ത് ആകെ 3000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടു. 3000 കിലോമീറ്റർ ഓടിയിട്ടു. ഓ, ലോ റണ്ണിംഗ് ആണല്ലോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടിയിലെ. ടോപ്പ് എൻ്റെ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് ട്രാൻസ്മിഷൻ ഏതാ വരുന്നത്? ഇത് മാനുവൽ ട്രാൻസ്മിഷൻ. ഇത് മാനുവൽ ആയിരുന്നു. ഇത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്നത്. അപ്പോൾ ജീപ്പിന്റെ ഒരു കോമ്പസ് ഇവിടെ അവൈലബിൾ ആണ്. 2018 മോഡൽ. പിന്നെ ബൈബാക്ക് വാറന്റി നമ്മൾ ചെയ്യുന്നുണ്ട്. 15 to 10% ലിക്വിഡേഷനിലാണ് നമ്മൾ. കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ എങ്ങനെ ഡ്യൂറേഷൻ ഉണ്ടോ ബൈബാക്കിന്? എങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ കിലോമീറ്റർ കണക്കല്ല, 1 ഇയറിന്റെ ഉള്ളിൽ അങ്ങനെയുള്ളൂ. അങ്ങനെ കിലോമീറ്റർ എന്നുള്ളതിലല്ല. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്പോട്ട് ക്യാപ്സിലാണ്. ഒരുപാട് യൂസ്ഡ് കാറിന്റെ കളക്ഷൻസ് ഉള്ള സ്പോട്ടാണ്. എസ്പെഷ്യലി ഒരുപാട് SUVസിന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒരു സ്പോട്ടാണ്. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് മാങ്കാവ് മിനി ബൈപ്പാസ് റോഡിലാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ലെറ്റ്സ് റോളിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ കാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഷാറും നമ്മളെ കൂടെ ഉണ്ട്. ഹായ്. ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലേ? അതെ. ഓക്കെ. ഫസ്റ്റ് നമുക്ക് ഗൂർക്ക നോക്കിയാലോ. ഏതാ മോഡല്? 2021 രജിസ്ട്രേഷൻ. 21 മോഡൽ, 22 രജിസ്ട്രേഷൻ. 22 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. ഇത് കോഴിക്കോട് വണ്ടിയാണ്. കോഴിക്കോട് വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഡീസൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണുള്ളത്. ഗ്രേ കളറാണ് വണ്ടിയുടെ. ഹാർഡ് ടോപ്പ് ആണ് മോഡൽ വരുന്നത്. 4x4 ഹാർഡ് ടോപ്പ് വരുന്നത്. മാനുവൽ ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനിൽ ഡീസൽ വരുന്നത്. ആകെ 37,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 37,000 കിലോമീറ്റേഴ്സ്. നമുക്ക് നമ്മുടെ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിനിപ്പോ എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്? 1480 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 1480 അല്ലേ? അതിൽ നമുക്ക് ഏകദേശം എത്ര പെർസെന്റേജ് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്? ലോൺ 90% ലോൺ കിട്ടും. നമുക്ക് 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ. ചെറിയ നെഗോസിയേഷൻ നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ് പറയുന്നത്. നെഗോഷിയബിൾ ആണല്ലോ. എല്ലാ വണ്ടികളും നെഗോഷിയബിൾ ആണ്. എന്തായാലും നല്ലൊരു 4x4 വെഹിക്കിൾ ആണല്ലോ. അപ്പൊ ഡീസൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം എത്ര മൈലേജ് എക്സ്പെക്ട് ചെയ്യാം? മൈലേജ് ഒരു 13-14 ഒക്കെ കിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് നോക്കാം. അടുത്ത വണ്ടി കിയന്റെ സെൽറ്റോസ് HDX ആണ് വേരിയന്റ് വരുന്നത്. HDX ആണ് വരുന്നത്. ആ സമയത്ത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2019 വണ്ടി, 20 രജിസ്ട്രേഷൻ. 2019 മോഡൽ വരുന്നത്. രജിസ്ട്രേഷൻ വരുന്നത് 20 അല്ലേ? അന്ന് സൺറൂഫും കാര്യങ്ങളൊക്കെ ഇല്ല. ആ സമയത്തില്ല. ഇപ്പോ ഡീസലോ പെട്രോൾ അല്ല? സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. മാനുവൽ ഓട്ടോമാറ്റിക് പെട്രോൾ വരുന്നത്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത് എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. കിലോമീറ്റേഴ്സ് ഏകദേശം എത്ര ഓടിയുണ്ട്? 56 സംതിങ് ആണ്. 56 സംതിങ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. കമ്പനി ഹിസ്റ്ററി ഒക്കെ നമുക്ക് എടുക്കാം. എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. KL7 ആയിരിക്കും. ഓക്കെ. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1465 ആണ്. നെഗോഷ്യബിൾ ആണ്. അതിലുമ്പൊക്കെ ഏകദേശം 90% ലോൺ കയറും. പിന്നെ കസ്റ്റമറിന്റെ നമുക്ക് ID ചെക്ക് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ നോക്കാം. സിബിൽ സ്കോർ ഒക്കെ ചെക്ക് ചെയ്താൽ കൂടുതൽ കൂടെ ഇതാവും. ഓക്കെ. ഒരുവിധം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണല്ലോ വണ്ടി. നമുക്ക് പിന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിനെ വെച്ച് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ജെന്യൂൻ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കാം. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ടാറ്റന്റെ നെക്സോൺ കാണുന്നുണ്ട്. ഉണ്ട്. ഇതിപ്പോ ഏതാ വേരിയന്റ്? ഇത് XZ ആണ് വരുന്നത്. XZ വരുന്നത്. ഓക്കെ. മോഡൽ ഏതാണ്? 20 വണ്ടി, 21 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 2020 ലാസ്റ്റിലാണ് വണ്ടിയുടെ. ഓക്കെ. രജിസ്ട്രേഷൻ വരുന്നത് 21 XZ അല്ലേ പറഞ്ഞത്? XZ വരുന്നത്. 46,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 46,000. ഓണർഷിപ്പ് കിടക്കുന്നത് സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇപ്പൊ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. പ്ലസിലേക്ക് വരുമ്പോഴാണല്ലോ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ. അതുപോലെ തന്നെ 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള ഒരു വണ്ടിയും കൂടിയാണല്ലോ.
ടാറ്റയുടെ സേഫ്റ്റിയിൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അതെ സേഫ്റ്റിയിൽ പക്കയാണ്. ഇതിപ്പോ മാനുവൽ അല്ലേ? മാനുവൽ പെട്രോൾ ആണോ? പെട്രോൾ മാനുവൽ. പിന്നെ അത്യാവശ്യം എന്തായാലും ഒരു 16-17 മൈലേജിന് അതിൻ്റെ അടുത്തും കിട്ടുമല്ലോ. പിന്നെ മാനുവൽ ആകുമ്പോൾ പിന്നെ എന്തായാലും കിട്ടൂല, ഓട്ടോമാറ്റിക്കായിട്ടും കൂടുതൽ കിട്ടൂല. അതെ. ഇതിലിപ്പോ എങ്ങനെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്? ആസ്കിങ് 790 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 790 അല്ലേ? ഓക്കെ. നെഗോഷ്യബിൾ അല്ല? നെഗോഷ്യബിൾ ആണ്, എല്ലാ പ്രൈസും നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അടുത്തത് മറ്റൊരു ടാറ്റ നെക്സോണിന്റെ EV അല്ലേ? EV. ഇതിപ്പോ ഏതാ വേരിയന്റ് വരുന്നത്? ഇത് XZ പ്ലസ്. നേരത്തെ XZ ആയിരുന്നു. മോഡൽ വരുന്നത് മോഡല് 2020 വണ്ടി, 21 രജിസ്ട്രേഷൻ. 1-ാം മാസമാണ് രജിസ്ട്രേഷൻ. 21 1-ാം മാസം രജിസ്ട്രേഷൻ. ഓഹോ, അപ്പൊ അത് സെയിം തന്നെയല്ലേ? 2020 2021 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ ഓക്കെ. നല്ല വൈറ്റ് കളറാണ്. വൈറ്റ് കളറാണ്. ഏകദേശം കിലോമീറ്റേഴ്സ് 63,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 63,000. 63,000 കിലോമീറ്റേഴ്സ് ഓടി. ഓണർഷിപ്പ് കിടക്കുന്നത് സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് നമുക്ക് എന്തായാലും ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടുമല്ലോ അല്ലേ? കിട്ടും. നമുക്ക് എല്ലാത്തിൻ്റെ ഹിസ്റ്ററി ഉള്ള വണ്ടികൾ നമ്മൾ എടുക്കുക. ഷോറൂം ഹിസ്റ്ററി കഴിഞ്ഞ ഹിസ്റ്ററിയുള്ള വണ്ടി നമ്മൾ എടുക്കുള്ളൂ. എല്ലാത്തിനും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കരുത്. നമ്മൾ പുറത്ത് പണിയിപ്പിച്ച ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കും പണിയല്ലോ. നാളെ കസ്റ്റമേഴ്സ് പോയി കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിനൊക്കെ റേഞ്ച് ഏകദേശം എക്സ്പെക്ട് ചെയ്യാൻ ഒരു ഫുൾ ബാറ്ററി ഫുള്ള് 230 റേഞ്ച് വരെ പോകും. 230-250 വരെ പോകും എന്നാണ് കേട്ടത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് EV ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കൂടുതൽ ഇറങ്ങണ്ട എല്ലാ കമ്പനിയുടെ EV ഇങ്ങനെ. അതെ അതെ അതെ. ഇപ്പോൾ നല്ല ഡിമാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2024 ഒക്കെ ആകുമ്പോൾ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. EVന്റെ കിലോമീറ്റേഴ്സ് പറഞ്ഞ് 63,000. ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ ആസ്കിംഗ് പ്രൈസ് എങ്ങനെ? 1265 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 1265 അല്ലേ? ഓക്കെ. എന്തായാലും ചെറിയൊരു നെഗോഷ്യബിൾ ആയിരിക്കും. ഓക്കെ. അടുത്ത MGന്റെ അല്ലേ? ഹെക്ടർ. ഇതിപ്പോൾ ഏതാ മോഡൽ? ഇത് ഷാർപ്പാണ്. ഇയർ വരുന്നത് 2020. ഓക്കെ. ഏകദേശം എത്ര കിലോമീറ്റേഴ്സ് ഓടിയുണ്ട്? 26,000 കിലോമീറ്റർ. ഓക്കെ. ഓണർഷിപ്പ് ഇപ്പം എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് റീപ്ലേസ്മെന്റ് എന്താ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഷോറൂം ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം ഉണ്ടല്ലോ. ഷാർപ്പ് സൺറൂഫും കാര്യങ്ങളൊക്കെ പാനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിലിപ്പോൾ എങ്ങനെ ആസ്കിംഗ് 14,300 14,75 ആസ്കിംഗ് പ്രൈസ്. 14,75. അതിലും എന്തായാലും 90 അടുത്ത് അത് കിട്ടും. ലോങ് കിട്ടും. 90% ലോങ്. ഒരു ഇവിടെ ഉള്ളതൊക്കെ 90% ആണോ ലോൺ വരുന്നത് അല്ലേ? ഏകദേശം. ഓക്കെ. കസ്റ്റമേഴ്സിന്റെ ഇതനുസരിച്ച് പ്രൊഫൈൽ അനുസരിച്ചിട്ട് മാറ്റം വരും. ഓക്കെ. നമ്മൾ അങ്ങനെ പറയാനുണ്ട്. ചില കസ്റ്റമേഴ്സിന് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. നമ്മൾ പ്രൊഫൈലിന്റെ ചെറിയ വേരിയേഷൻ പറയാൻ പറ്റില്ല. അതെ അതെ അതെ. ടയർ ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 85-90% പ്രൊഫൈൽ ഉണ്ടല്ലോ അല്ലേ? 85-90% പ്രൊഫൈൽ ഉണ്ട് ടയർ വരുന്നത്. ഇത് ഹുണ്ടായിന്റെ ക്രെറ്റ. ഇതിപ്പോ ഏതാ മോഡല്? ഇത് SX പ്ലസ്. ഓക്കെ. മോഡൽ വരുന്നത് 2017 മോഡലാണ്. 2017 മോഡൽ SX പ്ലസ്. ഓക്കെ. സൺറൂഫ് ഉണ്ടാവും? ഇല്ല, സൺറൂഫ് ഇല്ല. അത് 2017. ഓക്കെ. അപ്പോൾ ട്രാൻസ്മിഷൻ ഏതാ വരുന്നത്? മാനുവൽ ട്രാൻസ്മിഷൻ. പെട്രോൾ. 56,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. 56,000. 56. ഓക്കെ ഓക്കെ. എന്താ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ ആണ്. ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ ആസ്കിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ? 890 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 890. നെഗോഷ്യബിൾ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 8 റുപ്യേൻ്റെ അടുത്ത് എന്തായാലും ലോൺ കിട്ടേണ്ടതാണോ? അത് കിട്ടും അല്ലേ? കിട്ടുമെന്ന് വിചാരിക്കും. ഓക്കെ. നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടേണ്ടി 90% എന്തായാലും കിട്ടും. 1,00,000 രൂപ ആ റേഞ്ചിന് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ. ക്രെറ്റ തന്നെ ഹുണ്ടായിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത ജീപ്പിൻ്റെ കോമ്പസ്. ഇതിപ്പോൾ ഏതാ മോഡൽ? ഇത് 2018 മോഡൽ. 18 മോഡൽ വരുന്നത്. ഓക്കെ. ഏതാ വേരിയന്റ് വരുന്നത്? ഇത് ലിമിറ്റഡ്, ഏറ്റവും ടോപ്പ് ലിമിറ്റഡ് ആണ്. ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്. 2018 മോഡൽ ലിമിറ്റഡ് അല്ലേ? പെട്രോളിൽ ഓട്ടോമാറ്റിക്. 66,000 ആണ് ഓടിയിരിക്കുന്നത് വണ്ടി. 66,000. ഓക്കെ. ഓണർഷിപ്പ് കിടക്കുന്നത് എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ്. അതെ. 5 കൊല്ലമായിട്ടോ സിംഗൾ ഓണർഷിപ്പ് തന്നെയാണ്. ഓക്കെ. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ഏകദേശം ഡ്യുവൽ ടോൺ ആണല്ലോ വരിക? റെഡും ബ്ലാക്കും കൂടി. ഡ്യുവൽ ടോൺ ആണ്. ഓക്കെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും? പക്കയാണ്, എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ. ഇതിലിപ്പോൾ എങ്ങനെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്? ആസ്കിംഗ് 13,50. 13,50 അല്ലേ? ഓക്കെ. 2018 മോഡൽ അല്ലേ? സിംഗിൾ ഓണർഷിപ്പിലാണല്ലോ? അതെ, സിംഗിൾ ഓണർഷിപ്പ്.
നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ ഡോക്ടർ ചിഹ്നവും കാര്യങ്ങളൊക്കെ അത് ഒറിജിനൽ ഡോക്ടർ വണ്ടിയാണ്, സിമ്പിള് വെച്ചതല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അത് കളയുണ്ടായാലും അത് ഇന്ന് എത്തിയിട്ടുള്ള വണ്ടി. അതെ, ഇന്ന് എത്തി വാട്ടർ സർവീസ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടില്ല, വാട്ടർ സർവീസ് ചെയ്ത് ഇട്ടൊക്കെ ഓക്കെ. പോളിഷ് ചെയ്യാണ്ട്. ഓഹോ. അപ്പൊ അതിന് നേരം കിട്ടിയിട്ടില്ല. ഇന്നിപ്പോ കുറച്ച് മുമ്പാണ് എത്തിയത് വണ്ടി. നമ്മൾ വന്ന് വീഡിയോ എടുക്കുന്ന ആ സമയത്ത് തന്നെ വണ്ടി അതെ എത്തി. അതെ അതെ. അപ്പോൾ ജീപ്പിൻ്റെ ഒരു കോമ്പസ് ഇവിടെ അവൈലബിൾ ആണ്, 2018 മോഡൽ. ഓക്കെ, ടാറ്റ ഹാരിയർ അല്ലേ? രണ്ട് ഹാരിയർ ഉണ്ട്. ഇതിപ്പോൾ ഏതാ മോഡൽ? ഇത് 2020 മോഡൽ. ഇത് 2020 മോഡൽ വരുന്നത്. സെക്കൻഡ് ഓണറാണ്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. വേരിയന്റ് ഏതാ വരുന്നത്? ഇത് XZ വരുന്നത്. ഓക്കെ ഓക്കെ. ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ വരുന്നത്. തൊട്ട് താഴെ. ഓക്കെ, ഇതിന്റെ അവസ്ഥ എന്താ? ഇത് ഡാർക്ക് എഡിഷൻ 2021 വണ്ടി. 2021 വരുന്നത്. ഇത് 2020, ഇത് 2021. ടോപ്പ് എൻഡ് ആണെന്ന് തോന്നുന്നു അത് അല്ലേ? ടോപ്പ് വേരിയന്റ്. അതുപോലെ തന്നെ ഇത് ട്രാൻസ്മിഷൻ ഏതാ വരുന്നത്? ഇത് മാനുവൽ ട്രാൻസ്മിഷൻ. ഇത് മാനുവൽ ആയിരുന്നു. ഇത് ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്നത്. ഓക്കെ ഓക്കെ. ഇതിന്റെ ഓണർഷിപ്പ് ഇപ്പോൾ എങ്ങനെയാ? ഇത് സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. രണ്ടിനും എന്താ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഡീസലിൽ മാനുവലോ ഡീസൽ ഡീസലിൽ ഓട്ടോമാറ്റിക്. ഇതിന്റെ കിലോമീറ്റേഴ്സ് എങ്ങനെയാ? അതിന്റെ കിലോമീറ്റർ വരുന്നത് 41,000 കിലോമീറ്റേഴ്സ്. 41,000 കിലോമീറ്റേഴ്സ് വരുന്നു. ഓക്കെ. മാനുവൽ വരുന്നത് 41,000 കിലോമീറ്റേഴ്സ്. 35,000 കിലോമീറ്റർ. 35,000. അതെ. ഓക്കെ ഓക്കെ. ഇതിനിപ്പോൾ എങ്ങനെ ആസ്കിംഗ് പ്രൈസ്? അതിന് 14,90 നമ്മൾ ആസ്കിങ് ചെയ്യണം. 14,90. ഓക്കെ. ഇതിലേക്ക് വരുമ്പോൾ ഇത് 18,90 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 18,90 വരുന്നത്. ഓക്കെ. ടോപ്പ് എൻഡ് ആണല്ലോ. ടോപ്പ് എൻഡ് പിന്നെ ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റേഴ്സ് ആണ്. ചെറിയ 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓക്കെ. രണ്ടിനും സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്കയാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ രണ്ട് ഹാരിയർ അവൈലബിൾ ആണ്, മാനുവലും ഉണ്ട് ഓട്ടോമാറ്റിക്കും ഉണ്ട്. 2020 മോഡൽ, 2021 മോഡലൊക്കെ അവൈലബിൾ ആണ്. ഡീസലിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. ഓക്കെ. അടുത്ത വീണ്ടും ഒരു ടാറ്റ അല്ലേ? നമ്മളിപ്പോൾ ഒന്ന് ഒരുപാട് ടാറ്റേൻ്റെ കളക്ഷൻസ് കാണിച്ചു. രണ്ട് നെക്സോൺ കാണിച്ചു, രണ്ട് ഹാരിയർ കാണിച്ചു. ഒരു അൾട്രോസ് ഉണ്ടായിരുന്നു, അത് പോയി. രണ്ട് ദിവസം മുമ്പ് പോയി. അത് ശരി. അങ്ങനെ ഇപ്പോൾ വീണ്ടും ഒരു ആൾട്രോസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡാർക്ക് എഡിഷൻ ആണല്ലോ അല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഡാർക്ക് എഡിഷൻ കാര്യങ്ങളൊക്കെ. ഏതാ മോഡൽ വരുന്നത്? XT. ഓക്കെ. XT ഓട്ടോമാറ്റിക്. ഓക്കെ. XT വരുന്നത്. ഇതിപ്പോ എങ്ങനെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ആകെ 3000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടു. 3000 കിലോമീറ്റർ ഓടി. ഓ, ലോ റണ്ണിംഗ് ആണല്ലോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടിയിലെ. 2022 വണ്ടിയാണ്. 2022 മോഡൽ വരുന്നത്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഉണ്ടാവില്ല. എന്തായാലും 2022 ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. സ്റ്റിൽ അണ്ടർ വാറണ്ടി തന്നെയാണല്ലോ അല്ലേ? അതെ, വാറണ്ടിയിലാണ്. വാറണ്ടി ഉണ്ടാവുമല്ലോ എന്തായാലും. പിന്നെ ഈ വൈസർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോ എങ്ങനെ ആസ്കിംഗ് പ്രൈസ്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 965 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 965 അല്ലേ? ഓക്കെ. ലോ റണ്ണിംഗ് ആയതുകൊണ്ടായിരിക്കും ആകെ 3000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓക്കെ. നമുക്ക് ഹിസ്റ്ററി എടുക്കാൻ പറ്റും. നമുക്ക് അത്യാവശ്യം നല്ലൊരു ലോൺ കിട്ടില്ല. 100% ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ? കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. ഓക്കെ. അതിൻ്റെ അല്ലെങ്കിൽ 100% കിട്ടാൻ ചാൻസ്. ഓക്കെ ഓക്കെ. ചെറിയ എന്തായാലും നെഗോസിയേഷൻ ഉണ്ടാവും എന്തായാലും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഒരുപാട് കാറിന്റെ കാരൻസ് ഉണ്ട്, ടൈഗൺ ഉണ്ട്, പിന്നെ നെക്സന്റെ ഡാർക്ക് എഡിഷൻ ഒരു EV വരുന്നുണ്ട്, ബ്ലാക്ക്. ഓ, അപ്പോൾ ഇതുപോലെ തന്നെ ഡാർക്ക് എഡിഷൻ ഡാർക്ക് എഡിഷൻ അല്ലേ? അതെ. പിന്നെ അതുപോലെ കുഷാക്ക് വരുന്നുണ്ട്, സ്കോഡയുടെ കുഷാക്ക് വരുന്നുണ്ട്. പിന്നെ അവിടെ വെന്യൂവിന്റെ IMT, പിന്നെ ഡീസൽ വെന്യൂ വരുന്നുണ്ട്. ഡസ്റ്ററും ഉണ്ടെന്ന് തോന്നുന്നു. ഡസ്റ്റർ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. പിന്നെ ഒരു സെൽട്ടോസ് വൈറ്റ് ഉണ്ട്, അത് ഓട്ടോമാറ്റിക് വരുന്നത്. HTX ആണ്. അത് 2020 വണ്ടിയാണ്. അതുപോലെ യാർഡിലും കുറെ കളക്ഷൻസ് ഉണ്ട്. യാർഡ് അപ്പുറത്ത് യാർഡ് ഉണ്ട്, കളക്ഷൻസ് അവിടെയും കളക്ഷൻസ് ഉണ്ട്. പിന്നെ പുറത്തും കിടക്കണ്ടേ, ഇനിയിപ്പോ ഇരുട്ടായി കഴിഞ്ഞാൽ കിട്ടില്ല. അത് മനസ്സിലായി. നമുക്ക് ഡിസംബർ ആയിട്ട് എന്തൊക്കെ ഓഫേഴ്സും ഡിസംബറായിട്ട് നമുക്ക് ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും അവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നമ്മൾ. ഓക്കെ. പിന്നെ നമ്മുടേതായിട്ടുള്ള എല്ലാ ടൈമിലും ഉള്ളതാണ്. 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിന് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 ഇയർ. ഓക്കെ. പിന്നെ ബൈബാക്ക് വാറണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. 15 to 10% ലിക്വിഡേഷനിലാണ് നമ്മൾ. കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ എങ്ങനെ ഡ്യൂറേഷൻ ഉണ്ടോ ബൈബാക്കിന്? എങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ കിലോമീറ്റർ കണക്കല്ല, 1 ഇയറിന്റെ ഉള്ളിൽ അങ്ങനെയുള്ളൂ. അങ്ങനെ കിലോമീറ്റർ എന്നുള്ളതിലല്ല. ഓക്കെ. പിന്നെ അതുപോലെ ഇത് റോഡ് സൈഡ് അസിസ്റ്റന്റ് നമ്മൾ ചെയ്യും, RSM കൊടുക്കുന്നുണ്ട്, അതും 1 ഇയറിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ ചെയ്യാം. മറ്റൊരു ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.